ബിഗ് ബോസ് ഇന്ന് അവർക്ക് കൊടുത്ത ഒരു ടാസ്ക് എന്ന് പറയാനില്ല, പ്രേക്ഷകരിലേക്ക് അവരെ തന്നെ എത്തിക്കാനുള്ള ഒരു അവസരമാണ് ബിഗ് ബോസ് അവർക്ക് നൽകിയിരിക്കുന്നത്. കണ്ണാടി നോക്കി അവരുടെ പ്രതിബിംബം നോക്കി അവർക്ക് സംസാരിക്കാനുള്ള അവസരം. അവർക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, അവരെല്ലാവരും ഒറ്റപ്പെടുത്തിയത്, അതിൽ നിന്ന് നിങ്ങൾ ഇവിടം വരെ എത്തിയത്, ഇനി വെറും 2 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഇതുവരെ ഉണ്ടായിരുന്ന അവരെ പറ്റി സംസാരിക്കാനും അവരുടെ ഉയർച്ചകളെ പറ്റി സംസാരിക്കാനും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമുള്ള അവസരം. അതിന് ആദ്യം തന്നെ വിളിച്ചത് ജിൻഡോയാണ്. ജിൻഡോ വന്ന് നിന്ന് ആദ്യം തന്നെ അവിടെ ജിൻഡോയുടെ പുറത്തുള്ള ലൈഫിനെ കുറിച്ചാണ് ജിൻഡോ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയത്. അവിടെ ജിൻഡോ പറഞ്ഞത് 10ാം ക്ലാസ് വരെ പഠിച്ചത്, ആ ജോലി ചെയ്ത് പഠിച്ചത്, കഷ്ടപ്പെട്ട് പഠിച്ചത്, 10ൽ തോറ്റത്, അതിനുശേഷം അമ്മയ്ക്ക് വേണ്ടി വീണ്ടും പഠിച്ച് 10ാം ക്ലാസ് ജയിച്ചത്, അതിനുശേഷം അവിടെ ജിമ്മിന് പോയതും ജിമ്മിന് പോയിട്ട് അതിന് മിസ്റ്റർ കേരളയും മിസ്റ്റർ ഇന്ത്യയും ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെ മത്സരിക്കാൻ പോയി സമ്മാനങ്ങൾ നേടിയെടുത്തത്, അതിൻ്റെ വിഷമതകൾ, അതിൽ നിന്ന് പിന്നീട് അവിടെ ജിം മാസ്റ്ററായിട്ട് മാറിയത്, ആ സമയത്ത് ഫിലിമിൽ അഭിനയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ആക്ടറോട് സംസാരിച്ചു എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന്. ആ സമയത്ത് ആ ആക്ടർ തിരിച്ചു പറഞ്ഞത്, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു മാഷ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ തരുന്നത് വലിയൊരു ബഹുമാനമാണ്, വലിയൊരു സ്ഥാനമാണ് തരുന്നത്. സിനിമയിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അവിടെ നിൽക്കേണ്ടി വരും, അപ്പം ഞങ്ങളുടെ താഴെ കണ്ട് നിൽക്കേണ്ടി വരും, അത് വേണ്ട എന്നാണ് ആ നടൻ പറഞ്ഞത് എന്നാണ് അവിടെ പറയുന്നത്. അന്ന് മുതൽ തുടങ്ങിയ വാശിയാണ് സിനിമയിൽ വലിയൊരു ആക്ടർ ആവണമെന്ന്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. സീസൺ 1 മുതൽ എൻ്റെ സ്റ്റുഡൻസും അതുപോലെ തന്നെ അധ്യാപകരും ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് പേർ ഇവിടെ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആർക്കും ഇതിൻ്റെ പ്രൈസ്, ബിഗ് ബോസിൻ്റെ പ്രൈസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അത് എന്നിലൂടെ സാധിക്കണമെന്ന് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം, ഇതിൻ്റെ കപ്പ് എനിക്ക് എടുക്കണം. തുടക്കത്തിൽ ഇവിടെ വന്ന സമയത്ത് എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഒന്നും അറിയില്ലായിരുന്നു. 9 നോമിനേഷനിലാണ് 9 പേരാണ് ആദ്യം തന്നെ എന്നെ നോമിനേഷനിലേക്ക് ഇട്ടത്. അവിടെ നിന്ന് ഇവിടേക്ക് എത്തി നിൽക്കുന്ന സമയത്ത്, ഈ ലാസ്റ്റ് നോമിനേഷൻ വന്ന സമയത്ത് ഒരാൾ പോലും എന്നെ നോമിനേറ്റ് ചെയ്തില്ല. അതിന് കാരണമായി അവർ പറഞ്ഞത് ടോപ്പ് 5ൽ ജിൻഡോ എന്തായാലും ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറാൻ സാധിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്, ജിൻഡോയുടെ കഷ്ടപ്പാടിൻ്റെ തെളിവാണ് അതെന്നാണ് ജിൻഡോ അവിടെ പ്രതിബിംബം നോക്കി നിന്ന് പറയുന്നത്. ഏതൊരാളോടും ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് 5ൽ ആദ്യം പറയുന്ന പേര് ജിൻഡോ എന്നാണ്. അതിൽ പരം എന്തു വേണമെന്നാണ് ജിൻഡോയോട് ചോദിക്കുന്നത്. ഇനി ആ കപ്പ് അത് എൻ്റെ കയ്യിലേക്ക് തന്നെ എത്തണം, ഗുരുക്കന്മാർക്ക് കൊടുത്ത വാക്ക് പാലിക്കണം, ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടണം. അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും തള്ളി പറഞ്ഞപ്പോഴും സംസാരിക്കാൻ പോലും അറിയാതെ പകച്ചു നിന്നപ്പോഴും അതിൽ നിന്നെല്ലാം പടിപടിയായിട്ട് മുന്നോട്ട് വന്നു. എല്ലാവരും കള്ളനെന്ന് മുദ്രകുത്തി. പക്ഷേ ഇവിടെ ശ്വേതമയം വന്ന സമയത്ത് ആ മാണിക്യക്കല്ല് എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഒരു കള്ളനായിരുന്നു എന്നുണ്ടെങ്കിൽ ആ മാണിക്യക്കല്ല് ഞാൻ എടുക്കുമായിരുന്നു. പക്ഷേ എനിക്കത് എടുക്കാനായിട്ട് സാധിച്ചില്ല. അതിനർത്ഥം ഞാൻ കള്ളനല്ല എന്ന് തന്നെയാണ്. അതെനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞു എന്നാണ് ജിൻഡോ പറയുന്നത്. അങ്ങനെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുന്നു. ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉയരാനായിട്ടായിരിക്കണം ശ്രമിക്കേണ്ടത്. ഇനി ഉയരാൻ സാധിച്ചില്ലെങ്കിൽ പോലും എവിടെയാണ് വന്ന് എത്തി നിൽക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കണം, താഴേക്ക് ഇറങ്ങാതെ എന്നാണ് ജിൻഡോ അവിടെ വെച്ച് പ്രതിജ്ഞ എടുത്തത്. ഇവിടെ നിന്ന് ഇനി ഇറങ്ങുന്നത് കപ്പും കൊണ്ടായിരിക്കണം. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം, അമ്മയ്ക്ക് ആ കപ്പ് കൊടുക്കണം. അമ്മ പറഞ്ഞതുപോലെ വിവാഹം ചെയ്ത് നല്ലൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ജീവിതത്തിലേക്ക് കടക്കണം, എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് നേടാൻ സാധിക്കണം എന്നെല്ലാമാണ് ജിൻഡോ അവിടെ നിന്ന് പറഞ്ഞത്. ആ കിട്ടിയ അവസരം വളരെ നന്നായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കാൻ അവിടെ ജിൻഡോയ്ക്ക് കഴിഞ്ഞു.